3 ദിവസത്തെ വ്യത്യസ്തമായ അനുഭവങ്ങൾ പങ്കുവച്ചുകൊണ്ട് ഫോമ സമ്മേളനം കൊടിയിറങ്ങി. ഇപ്പോഴും ഗാനമേള അവസാന പരിപാടിയായ കലാപരിപാടികൾ, പ്രത്യേകിച്ച് ലക്ഷ്മി ജയൻ്റെ ഗാനമേള തുടരുന്നു. രാത്രി 12 മണിയായപ്പോഴും അതിനും ധാരാളം പേര് പങ്കെടുക്കുന്നത് കണ്ടു. പൊതുവിൽ കൺവെൻഷൻ പ്രത്യേക പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ, പിന്നെ വഴക്കുകളോ വിവാദങ്ങളോ ഒന്നും ഇല്ലാതെ പരിസമാപിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇലക്ഷനാണെങ്കിലും ഏറ്റവും സ്മൂത്തായി നടന്നു. ഒരു വിധ പരാതിയും ഉണ്ടായില്ല എന്ന് ഇലക്ഷൻ കമ്മീഷണർമാർ പ്രത്യേകിച്ച് പറയുകയുമുണ്ടായി. പുതിയ ഭാരവാഹികളെ അവർ സ്റ്റേജിൽ അവതരിപ്പിച്ചു. അവർ സത്യപ്രതിജ്ഞ ചെയ്യുന്ന പക്ഷേ 3 മാസം കഴിഞ്ഞിട്ടാണ്. ഇപ്പോൾ പഴയ ഭാരവാഹികൾ തന്നെയാണ് ഇപ്പോഴും നിലവിലുള്ളത്. പിന്നെ സമാപന ചടങ്ങിൽ പ്രസംഗിച്ച മുൻമന്ത്രി ശൈലജ ടീച്ചർ ഇവരെ മുൻ പ്രസിഡന്റ് എന്ന് പറയുകയും ചെയ്തു. മുൻ പ്രസിഡൻ്റല്ല, മുൻ പ്രസിഡൻ്റ് ആവണമെങ്കിൽ ഇനിയും 3 മാസം കഴിയണം. എന്തായാലും ഇന്ന് കുട്ടികളുടെ കലാമേളകൾ സജീവമായിട്ട് നടന്നെങ്കിലും അവിടെ കാര്യമായിട്ടൊരു പങ്കാളിത്തം കണ്ടില്ല. ആളുകൾ മറ്റു കാര്യങ്ങളിലൊക്കെയാണ് ശ്രദ്ധ ചെലുത്തിയതെന്ന് തോന്നുന്നു. ഈ നേരെ മറിച്ച് പത്രക്കാരുടെ നേതൃത്വത്തിൽ പിന്നെ ക്രോസ് ഫയർ എന്നൊരു പരിപാടി നടക്കുകയുണ്ടായി. BT ബലറാം MLAയും ശൈലജ ടീച്ചറും പങ്കെടുത്തു. അപ്പോൾ അതിൽ ഈ ആളുകൾ നാനാവിധ ചോദ്യങ്ങൾ രാഷ്ട്രീയക്കാരോട് ചോദിച്ചു. പതിവ് ചോദ്യങ്ങളാണ് പ്രധാനമായിട്ടും. ഈ ഓരോ തരം കാര്യങ്ങളിൽ അവിടെ ആ രാഷ്ട്രീയ ഭിന്നത കാണുകയും ചെയ്തു. രണ്ടു കൂട്ടരും അവർ പ്രതിനിധീകരിക്കുന്ന പാർട്ടികളുടെ നയങ്ങളുടെ പേരിൽ പിന്നെ പോരടിക്കുക അല്ലെങ്കിൽ കൂടി പരസ്പരം ആർഗ്യൂ ചെയ്യുന്നതും കണ്ടു. എങ്ങനെയായിരുന്നാലും അത് നല്ലൊരു പരിപാടിയായിരുന്നു. ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു, പ്രത്യേകിച്ച് ജനകീയ പങ്കാളിത്തം ഉണ്ടായിരുന്നതുകൊണ്ട്. പിന്നെ ഈ പതിവില്ലാതെ ഒരു ഹെൽത്ത് ഫെയർ നടന്നു. ഹെൽത്ത് സെമിനാർ. വാസ്തവം പറഞ്ഞാൽ വിദഗ്ധരായ ഡോക്ടർമാരെ കൊണ്ടുവന്നു. അതിൽ ഒരു വിദഗ്ധൻ ഡോക്ടർ MV പിള്ളയായിരുന്നു. മറ്റ് വിദഗ്ധരായ ഡോക്ടർമാർ വന്ന് പിന്നെ സ്ലീപ്പ് അപ്നിയ മുതലുള്ള കാര്യങ്ങളെപ്പറ്റി, ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റിയൊക്കെ വിദഗ്ധർ വന്ന് സംസാരിച്ചു. വിദഗ്ധ ഡോക്ടർമാർ. വളരെ ഇൻഫർമേറ്റീവായ ഒരു സെഷനായിരുന്നു അത്. ചെറുപ്പക്കാരൊക്കെ ആണതിൽ മുൻകൈയെടുത്ത് നടത്തിയത്. വളരെ നല്ലൊരു സെഷൻ. ആളുകൾക്ക് വളരെ ഗുണപ്രദമായൊരു കാര്യം. അതുപോലെ തന്നെ ആരോഗ്യ വിദഗ്ധരുണ്ട്. വേണമെങ്കിൽ മറ്റ് ഈ ടെസ്റ്റുകളും അത്യാവശ്യ ടെസ്റ്റുകളും ഒക്കെ നടത്താനുള്ള സൗകര്യവും അവിടെ ഉണ്ടായിരുന്നത് കുറച്ച് പേരെങ്കിലും പ്രയോജനപ്പെടുത്തിയെന്ന് കരുതുന്നു. എങ്ങനെയായാലും നല്ലൊരു പരിപാടി, ഇന്നൊവേറ്റീവായിട്ടുള്ളൊരു പരിപാടിയായിട്ട് തോന്നി. പിന്നെ ഉണ്ടായത് ഉച്ചയ്ക്ക് ശേഷം പ്രധാനമായിട്ടും ബിസിനസ് മീറ്റ് ഉണ്ടായിരുന്നു. അത് പിന്നെ ആ ബിസിനസ്സുകാർക്ക് ഉള്ളതാണ്. അതിൽ ബിസിനസ്സുകാർ കുറച്ച് പേരാണല്ലോ ഉള്ളത്. പിന്നെ വൈകിട്ടത്തേക്ക് 5 മണിയായപ്പോഴത്തേക്ക് സ്റ്റേഡിയത്തിലേക്ക് ഈ അവസാന കലാശ പരിപാടിയിലേക്ക് ആളുകൾ കയറാൻ തുടങ്ങി. അത് പിന്നെ 6:30 ആയി പരിപാടി തുടങ്ങുമ്പോൾ, ബാങ്കറ്റും ഒക്കെ ആയിട്ട്. അതിൻ്റെ ഇടയിൽ ഒരുപാട് പേർക്ക് അവാർഡുകൾ, പ്ലാക്കുകളും അതുപോലെ തന്നെ ട്രോഫികളും വിതരണം ചെയ്തു. പ്രധാനമായിട്ടും പിന്നെ പൈസ കൊടുത്തവർ, ഈ സ്പോൺസർമാർ, അതുപോലെ തന്നെ ഈ കൺവെൻഷൻ വിജയിപ്പിക്കാൻ വേണ്ടി ഏറ്റവും അധികം ധാരാളമായിട്ട് പ്രയത്നിച്ച ആളുകൾ. അവരെയൊക്കെ ആദരിച്ചില്ലെങ്കിൽ പിന്നെ അത് വലിയ പ്രശ്നമാകും. ഭാരവാഹികൾക്ക് പിന്നെ തല ഉയർത്തി നടക്കാൻ പറ്റിയെന്ന് വരില്ലല്ലോ. എന്നാലും അതങ്ങ് നീണ്ടങ്ങ് പോയി എന്നുള്ളതാണ് അതിനെ കുറ്റം പറയാനില്ല. പക്ഷേ നീണ്ടങ്ങ് പോയി. അതൊക്കെ പിന്നെ അങ്ങനെ വരൂ എന്ന് നമുക്കറിയാം. അതിനുശേഷം നടന്നൊരു ഫാഷൻ ഷോ വളരെ നന്നായിരുന്നു. വളരെ മനോഹരമായൊരു ഫാഷൻ ഷോ നടന്നു. പിന്നെ അവസാനമായിട്ടാണ് ഈ കലാപരിപാടികൾ പിന്നെ നടക്കുന്നത്. കലാപരിപാടി ലക്ഷ്മി ജയൻ്റെ ആ ഗാനമേള നടക്കുന്നത്. അതും വളരെ മികച്ചതാണെന്നാണ് ഒരുപറ്റം ആളുകൾ പലരും പറഞ്ഞത്. വളരെ നല്ല രീതിയിൽ പോകുന്നു. ധാരാളം ആളുകൾ അതിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ 3 ദിവസം കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ റിപ്പോർട്ടുകളൊക്കെ eMalayali.com നോക്കുക. കാരണം ഇതെല്ലാം പറഞ്ഞു ഫലിപ്പിക്കുക എളുപ്പമുള്ള കാര്യമല്ല. അല്ലെങ്കിൽ പിന്നെ അത് TV-ക്കാർ പറയുന്ന പോലെ ഒരു ഒന്നര മിനിറ്റ് കൊണ്ട്, ഈ ഒരു ആഗോള കാര്യം 1.5 മിനിറ്റ് കൊണ്ട് അവർ പറഞ്ഞു തീർക്കും. നമ്മൾ വിചാരിക്കും നമ്മൾ ഒരുപാട് കാര്യം കേട്ടല്ലോ എന്ന്. വാസ്തവം പറഞ്ഞാൽ അതിൻ്റെ ടൈം നോക്കുമ്പോൾ ഇത്തിരിയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറഞ്ഞു തീർക്കാം. പക്ഷേ അതല്ല, അതിൻ്റെ വിശദമായ റിപ്പോർട്ടുകൾ പിന്നെ eMalayali.com വായിക്കുക. പിന്നെ സൈറ്റുകളിലൊക്കെ വരുമെന്ന് ഞാൻ കരുതുന്നു. ഇനി ശ്രദ്ധേയമായൊരു കാര്യം, ഇലക്ഷൻ കഴിഞ്ഞു. ഇലക്ഷന് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തീർന്നുവെങ്കിലും ഇത്തവണത്തെ ഇലക്ഷൻ മുൻകാലങ്ങളിലെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എന്തോ ഒരു പന്തികേട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. രണ്ടു കൂട്ടരും നേരിട്ടല്ലെങ്കിലും ആരോപണങ്ങളൊക്കെ പറയുന്നുണ്ട്. കാശ് കൊടുത്ത് വോട്ടർമാരെ കൊണ്ടുവന്നു എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. രണ്ടു കൂട്ടരും പറയുന്നുണ്ട്. അതാണ് എനിക്ക് അതിശയമായിട്ട് തോന്നിയത്. പിന്നെ ചിലർ
പിന്നെ വോട്ട് ചെയ്യാൻ വന്ന ഡെലിഗേറ്റുകൾ അവർ ഏത് അസോസിയേഷനിൽ നിന്നാണ് വരുന്നത്, ഫോമ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പോലും അറിയാത്ത ആളുകളെ പോലെ വരെ ഡെലിഗേറ്റുകളായിട്ട് കൊണ്ടുവന്നു എന്നും ആരോപണം ഉയർന്നു. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഉയർന്നിട്ടുണ്ട്. അതൊരു നല്ല സൂചനയല്ല. ഞാനിതിനെപ്പറ്റി കൂടുതൽ പറഞ്ഞ് വഷളാക്കാൻ ആഗ്രഹിക്കുന്നില്ല. പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഫൊക്കാന പിളരുമ്പോൾ അന്ന് ജെ മാത്യു സാർ വളരെ കാര്യമായിട്ട് പറഞ്ഞതാണ്, വളരെ വികാരഭരിതനായിട്ട് പറഞ്ഞതാണ്. ഒരു ചെറിയ ചരങ്ങേ ഉണ്ടായിരുന്നുള്ളൂ. അത് പത്രക്കാരെന്ന് പറഞ്ഞാൽ അന്ന് മലയാളം പത്രവും പിന്നെ അതിലെഴുതുന്നത് ഞാനുമാണ്. അപ്പോൾ പത്രക്കാർ എഴുതി പിടിപ്പിച്ച് അതൊരു മാന്തി അത് വലിയൊരു വ്രണമാക്കി മാറ്റി. അങ്ങനെയാണ് ആ സംഘടന പിളർന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അങ്ങനെ അതിനുശേഷം പിന്നെ ഒരിക്കലും ഈ സംഘടനാ കാര്യങ്ങളിൽ പിന്നെ അമിതമായിട്ടൊരു കാര്യവും വിമർശനം ഒരിക്കലും ഞാൻ നടത്താറില്ല. കാരണം അത് പിന്നെ പിളർപ്പിലേക്കോ വഴക്കിലേക്കോ ഭിന്നിപ്പിലേക്കോ ഒക്കെ പോകും. അതിൻ്റെ ഒരു ആവശ്യമില്ല. സൗമ്യമായിട്ട് നമ്മളെല്ലാം കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതാണ്. നാളെയും കാണേണ്ടവരാണ്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് പോകാൻ പാടുള്ളൂ. അങ്ങനെയാണ് നമ്മൾ എപ്പോഴും പോന്നിട്ടുള്ളതും. പക്ഷേ ഇപ്രാവശ്യം കാണുന്നത് ആ ഒരു ഭിന്നത ഒരു രൂക്ഷമാകുന്നതോ ഒരു വഷളാകുന്നതോ ആ പിണക്കത്തിലേക്ക് വരുന്ന രീതിയിലേക്ക് വന്നിരിക്കുന്നു. അപ്പോൾ അതൊരു നല്ല സൂചനയല്ല. അപ്പോൾ പുതിയ ഭാരവാഹികൾ അവരുടെ മിടുക്കാണ് ഇനി എല്ലാവരെയും ഒന്നിപ്പിച്ച് കൊണ്ടുപോകാനുള്ള ആ ഒരു കഴിവ് അവർ കാണിക്കണം. വിശാല മനസ്ഥിതിയൊന്നുമല്ല ഇത്. അവരുടെ ആ കഴിവാണ് നമുക്ക് കാണേണ്ടിയിരിക്കുന്നത്, എല്ലാവരും ഒന്നിപ്പിച്ച് കൊണ്ടുപോകാനായിട്ട്. കാരണം ഇലക്ഷനിൽ ഇങ്ങനെയൊക്കെയാണല്ലോ ഭിന്നിപ്പം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും എല്ലാം വരും. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്നിപ്പിച്ച് കൊണ്ടുപോകാനുള്ള ആ കഴിവ് അത് പിന്നെ ഇപ്പോഴത്തെ ഭാരവാഹികൾ, പുതുതായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികൾ കാണിച്ചാൽ സംഘടനയ്ക്ക് അത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയൊക്കെയുള്ള ചെറിയ കാര്യങ്ങളാണ് ഭിന്നിപ്പിലേക്കും പരസ്പരമുള്ള ആ ഒരു പിന്നെ ഗ്രൂപ്പിസത്തിലേക്കുമൊക്കെ വഴിമാറുക. ഗ്രൂപ്പിസമൊക്കെ വരിക എന്ന് പറഞ്ഞാൽ രണ്ട് തട്ടിലായിട്ട് സംഘടന അങ്ങ് മാറും. പിളർന്നില്ലെങ്കിൽ കൂടി രണ്ടായിട്ട് നിൽക്കുന്ന ഒരവസ്ഥ വരും. ആളുകൾ തമ്മിൽ ആ ഭിന്നതയും പിന്നെ വഴക്കും വയ്യാവേലിയും ഒക്കെ ഉണ്ടാകുന്ന ഒരു സ്ഥിതി വരും. അതുണ്ടാവാതിരിക്കട്ടെ. അപ്പോൾ അത് ദീർഘവീക്ഷണത്തോടുകൂടി ഈ പുതിയ ഭാരവാഹികൾ അവരുടെ കഴിവ് കാണിക്കേണ്ട സമയമാണിത്. കൂടുതൽ ആരോപണങ്ങളോ പ്രത്യാരോപണങ്ങളോ ഇതൊന്നും നല്ലതല്ല. അതിൻ്റെ ആവശ്യവുമില്ല. പുതിയ കാര്യങ്ങൾ ചെയ്യാനായിട്ടും പുതിയ ഇന്നവേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ ആണ് നമ്മൾ ശ്രമിക്കേണ്ടത്. പ്രത്യേകിച്ച് നമുക്കറിയാം നാട്ടിലെ സ്ഥിതിയൊക്കെ ഇപ്പോൾ പ്രളയം ശക്തിപ്പെട്ടിരിക്കുന്നു. പെട്ടെന്ന് എങ്ങനെയോ ഇവിടെ നിന്നോ ഇത്രയും വലിയ മഴയും പ്രളയവും വന്നിരിക്കുന്നു. 2018 ഇത് തന്നെയാണ് സംഭവിച്ചത്. അപ്പോൾ ഈ രീതിയിലല്ല ഇപ്പം കാലാവസ്ഥ ലോകത്തെങ്ങും മാറിയിരിക്കുന്നു. അതിൻ്റെ ഒരു പ്രതിഫലനം നമ്മുടെ നാട്ടിലും കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ ജനപ്രതിനിധികളുടെയൊക്കെ ഈ നാട്ടിലൊക്കെ 1 ലക്ഷം രൂപ ഇല്ലാത്തതുകൊണ്ട് ചിലർ ആത്മഹത്യ ചെയ്യുന്നു, അല്ലെ 2 ലക്ഷം ഇല്ലാത്തതുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നു. 1 ലക്ഷം എന്ന് പറഞ്ഞാൽ $1000 വരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇങ്ങനെയുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ തുകയ്ക്ക് വേണ്ടി നാട്ടിലെ ആളുകൾ ജീവൻ അവസാനിപ്പിക്കുന്ന ഒരു അവസ്ഥ പോലും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നാട്ടിലേക്കുള്ള സഹായങ്ങൾ, പല രീതിയിലുള്ള സഹായങ്ങൾ, നമ്മളെക്കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ഫോമയൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഫോമ വഴിയുള്ള സംഘടനകളും ഒക്കെ ചെയ്യേണ്ടതാണെന്നാണ് തോന്നിയിരിക്കുന്നത്. എന്തായാലും അത് ശക്തിപ്പെടുത്താനും ഒക്കെ പുതിയ ഭാരവാഹികൾക്ക് കഴിയും എന്ന് പ്രത്യാശിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ഐക്യം പുനഃസ്ഥാപിക്കാൻ അവർക്ക് കഴിയട്ടെ. സംഘടന ശക്തമായിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു.